നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര മേൽപ്പാലത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് ദുരന്തത്തെക്കുറിച്ച് ശരിയായ പഠനം നടത്തിക്കൊണ്ട് ഇനി ഇത്തരമൊരു ആഘാതം ഇല്ലാതാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റും മുൻ MP-യുമായ MV ശ്രേയംസ് കുമാർ. തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം തിരുനാളിന് കൊടിയേറി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശാസ്ത്രമേളയും സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നു. വാർത്തകൾ വിശദമായി. കൊടകര മേൽപ്പാലത്തിൽ നിന്നും ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂർ സ്വദേശിനിയായ യുവതിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കാലിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവിനോടൊപ്പം കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ വന്നതായിരുന്നു യുവതി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ യുവതി മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ചാടുകയായിരുന്നു. നാട്ടുകാരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വയനാട് ദുരന്തത്തെക്കുറിച്ച് ശരിയായ പഠനം നടത്തി ഇനി ഇത്തരമൊരു ആഘാതം ഇല്ലാതാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റും മുൻ MP-യുമായ MV ശ്രേയംസ് കുമാർ പറഞ്ഞു. ചാലക്കുടിയിലെ പരിസ്ഥിതി പൊതുപ്രവർത്തന സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന സാണ്ടർ K. തോമസിന്റെ 12ാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ശ്രേയംസ് കുമാർ. ചെറുകിട വ്യവസായങ്ങളെ ഇത്രയധികം പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന മന്ത്രി P. രാജീവ് ഈ അവാർഡിന് ഏറെ അർഹനാണെന്നും ശ്രേയംസ് കുമാർ അഭിപ്രായപ്പെട്ടു. ഓരോ അവാർഡുകളും കൂടുതൽ എളിമയോടെ പ്രവർത്തിക്കുവാനാണ് പ്രേരിപ്പിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, MK ഭാസ്കരൻ, BO പൈലപ്പൻ, KS അശോകൻ, ജോയ് മൂത്തേടൻ, റഹീം വലിയ വീട്ടിൽ, CB K. തോമസ്, IA റപ്പായി, ജോർജ് V. ഐനിക്കൽ, ജെയ്സൺ മാണി, AL കൊച്ചപ്പൻ, ജോസ് പൈനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എന്നോടൊരാൾ ചോദിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരാൾ, ഞാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു വലിയ സദസ്സായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഓട്ടിയത് ജനങ്ങളാണോ മരങ്ങളാണോ? നമ്മൾ ജനങ്ങൾക്ക് ഓട്ടിയ ജീവനോട് ഉണ്ടെങ്കിൽ മരങ്ങൾ വേണം, ഓക്സിജൻ കണ്ടുപിടിച്ചില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും മറന്നു. നമ്മളെല്ലാം ഗ്ലോബൽ വാർമിംഗ് അത് മാക്രോ ലെവലിലുള്ള ചേഞ്ചസ് ആണ്. സൂക്ഷ്മതലത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ലഭിക്കുക വഴി എൻ്റെ ഉത്തരവാദിത്വം കുറെ കൂടി വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. പാർലമെന്റ് അംഗമായിരുന്ന സന്ദർഭത്തിൽ PKVയുടെയും AC ഷൺമുഖദാസിന്റെയും കഴിക്കോട് മാസ്റ്ററുടെ പേരിലുള്ള അവാർഡുകൾ ലഭിച്ചിരുന്നു. അതും ഓരോ അവാർഡ് ഏറ്റുവാങ്ങുമ്പോഴും കുറെ കൂടി വിനയത്തോടെ കൂടുതൽ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം തിരുനാളിന് കൊടിയേറി. രൂപത മുഖ്യ വികാരി ജനറൽ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ദിനമായ ആഗസ്റ്റ് 15 രാവിലെ 9 മുതൽ ഊട്ടുനേർച്ച ഉണ്ടായിരിക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലീരാസ് പതിയാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ കിരൺ തട്ല തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശാസ്ത്രമേളയും സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നു. റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസർ K. നിർമ്മൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ K. രമാദേവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ മുഖ്യാതിഥിയായിരുന്നു. രഞ്ജി അജിത്ത്, സുലോചന, KS ശ്രുതി, P. വിനിത എന്നിവർ സംസാരിച്ചു. സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് എന്നിവയെ അടിസ്ഥാനമാക്കി സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, എക്സ്പെരിമെന്റ് എന്നീ ഇനങ്ങളിലായി LP, UP വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്.
AI എന്താണ്? ആർട്ടിഫിഷ്യൽ ഓക്കെ. അതുകൊണ്ട് എന്താണ്, ഒരു വ്യക്തിയെ തന്നെ പുനർനിർമ്മിക്കാൻ പറ്റുന്നതാണ്. ഒരു PhD നേടിക്കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അനുമോദിക്കുകയാണ്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക്. ബോച്ചെ ടീയുടെ ഔട്ട്ലെറ്റ് കൊടകരയിൽ ആരംഭിച്ചു. കൊടകര നോർത്ത് പോയിന്റ് ബിൽഡിംഗിൽ ആരംഭിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെ ടീ പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരു കൂപ്പണം കൂടി കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ലക്ഷപ്രഭുവും കൂടി ആവാം കൊടകരക്കാർക്ക് എന്നാണ് പറയുന്നത് ബോച്ചെ. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ബോച്ചെ ടീമിൻ്റെ ഒരു ടീ ഷോപ്പ് ഇവിടെ റിക്കഗ്നിഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടനത്തോടൊപ്പം ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവരും ലക്ഷപ്രഭുക്കളാവട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. നമ്മുടെ കൊടകരയിൽ ഉദ്യമം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കൊടകരയിൽ എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചെമ്പുച്ചിറ സ്കൂളിലെ വിദ്യാർത്ഥികളായ ചെമ്പുച്ചിറ സ്വദേശത്തെ ആലുവ വീട്ടിൽ വിശ്വാസ് റിൻസി ദമ്പതികളുടെ മകൻ തേജസ് വിശ്വാസ്, നാടിപ്പാറ ദേശത്തെ നൂലുവള്ളി വീട്ടിൽ സജി മഞ്ജു ദമ്പതികളുടെ മകൾ നിവേദ സജി എന്നിവർ തങ്ങളുടെ കാശു കൊടുക്കയിലെ സമ്പാദ്യം വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, 2ാം വാർഡ് അംഗം അഭിലാഷ് NP, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗീത KG, PTA പ്രസിഡന്റ് മഞ്ജു സജി, അധ്യാപകർ, രക്ഷാകർത്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലത്തൂർ ALP സ്കൂളിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ വയനാട്ടിലെ ദുരിതക്കാഴ്ചകൾ ചേർത്ത് കേരളത്തിന്റെ മാതൃകയിൽ കൊളാഷ് നിർമ്മിച്ചു. അവധി കഴിഞ്ഞ് എത്തിയ കുട്ടികൾ ക്ലാസ്സിൽ വയനാട്ടിൽ സംഭവിച്ച ദുരിതവും സ്കൂൾ കുട്ടികളും മുതിർന്നവരും മരിച്ചതും മറ്റും ചർച്ച ചെയ്തിരുന്നു. മനസ്സുകൊണ്ട് അവർ വേദനയോടെ തന്നെയാണ് ഒരു ആദരവ് പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത്. ക്ലാസ് അധ്യാപകരായ MS കാവ്യ, CG അനൂപ് എന്നിവർ കൊളാഷ് നിർമ്മാണത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന വാർത്തകൾ ഉപയോഗിച്ചാണ് കൊളാഷ് നിർമ്മിച്ചത്. ഹെഡ് മിസ്ട്രസ് PM ജിൻസ, ഇരിഞ്ഞാലക്കുട BRC കോർഡിനേറ്റർ ആൻസി തങ്കച്ചൻ, NS രശ്മി, TR കൃഷ്ണപ്രിയ എന്നിവർ കൊളാഷ് പ്രകാശന ചടങ്ങിൽ സംസാരിച്ചു. കൊടകര ഗാന്ധിനഗർ സ്വദേശി തോട്ടത്തിൽ ഔസേപ്പ് നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിസിലിയാണ് ഭാര്യ. ജിമ്മി, സിസ്റ്റർ ജാൻസി ജോസഫ്, ജിഷോ എന്നിവർ മക്കളും, ഷീബ, ജോബായ് എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര മേൽപ്പാലത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് ദുരന്തത്തെക്കുറിച്ച് ശരിയായ പഠനം നടത്തിക്കൊണ്ട് ഇനി ഇത്തരമൊരു ആഘാതം ഇല്ലാതാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റും മുൻ MP-യുമായ MV ശ്രേയംസ് കുമാർ. തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം തിരുനാളിന് കൊടിയേറി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശാസ്ത്രമേളയും സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.